ഹലോ, അങ്ങനെ പാർട്ട് 5 പറഞ്ഞ പോലെ ഞങ്ങൾ ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഫ്രണ്ടിൻ്റെ അമ്മയും ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ അന്ന് ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഇതൊക്കെ ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ. അങ്ങനെ അന്ന് നിന്നും നല്ല രീതിയിലായിരുന്നു കേട്ടോ. ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ നല്ലോണം പോലെ നോക്കി ഞാൻ അവിടെ നിന്ന്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് എല്ലാം ഒന്ന് ശാന്തമായതിന് ശേഷം ഏട്ടൻ അവരെ വീട്ടിൽ വന്ന് സംസാരിച്ചു. എന്നിട്ട് അമ്മ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ആൾ അവിടെ തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി 1 ദിവസം കൊണ്ട് ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോയിട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം എല്ലാവരോടും പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി 3-ാമത്തെ ദിവസമായിരുന്നു കേട്ടോ കല്യാണം. അങ്ങനെ കല്യാണം കഴിച്ച് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോന്നു. ഏട്ടൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മായിൻ്റെ മോനും, അങ്ങനെ 2-3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏട്ടൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീടില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ ഒരു ഷെഡിലേക്കാണ് വന്നത്. കുറച്ച് ഷീറ്റൊക്കെ മറിച്ച് ഒരു വീട് പോലെ തോന്നും, അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് വന്നത്. അങ്ങനെ ആ ഷെഡിലേക്ക് വന്നതിന് ശേഷം ആണ് കേട്ടോ ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് ആദ്യമേ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ്, വീടില്ല. ചേച്ചീൻ്റെ കല്യാണത്തിന് വേണ്ടി അവരുടെ വീടും സ്ഥലവും വിറ്റ് പിന്നെ അവർ ഒരു പുതിയ വീട് വെക്കാൻ വേണ്ടി ഒരു ഷെഡ് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കാണ് പോയത്. വീട് പോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, റൂമുകളൊക്കെ ആയിട്ടുള്ളൊരു ഷെഡാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കേട്ടോ. അന്നത്തെ ടെൻഷൻ കാരണം ഞങ്ങൾക്ക് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഉള്ള ഫോട്ടോസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബായ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.